ന്യൂ നന്മ മെഡിക്കൽ സ്റ്റോർ, പാഞ്ഞാൾ ആൻഡ് കിള്ളിമംഗലം. മിതമായ നിരക്കിൽ അലോപ്പതി, ആയുർവേദ, വെറ്റിനറി വിഭാഗങ്ങളിലെ എല്ലാത്തരം മരുന്നുകളും ലഭ്യമാകുന്ന ഒരേയൊരു സ്ഥാപനം. കൂടാതെ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ അലോപ്പതി, ആയുർവേദ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ന്യൂ നന്മ മെഡിക്കൽ, പഞ്ചായത്ത് ഓഫീസിന് മുൻവശം, പാഞ്ഞാൾ. ഒറ്റപ്പാലത്ത് ട്രെയിനുകൾക്ക് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം 4 ബീഹാർ സ്വദേശികളെ അറസ്റ്റ് ചെയ്തു. മദ്യപാനത്തിന് ശേഷമാണ് ഈ ആക്രമണം ഇവർ നടത്തിയതെന്ന് കണ്ടെത്തി. ഒറ്റപ്പാലത്ത് ട്രെയിനുകൾക്ക് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ബീഹാർ സ്വദേശികളായ 23 വയസ്സുകാരായ അമിത് കുമാർ, ഭോലകുമാർ, രന്തീൻ കുമാർ, 19 വയസ്സുള്ള നിതീഷ് കുമാർ എന്നിവരെയാണ് പാലക്കാട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 2 മാസത്തിനിടെ ഒറ്റപ്പാലം മായന്നൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം നടന്ന കല്ലേറ് സംഭവങ്ങളിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ്. കഴിഞ്ഞ ജൂലൈ 13-ന് ഐലൻഡ് എക്സ്പ്രസിനും ഓഗസ്റ്റ് 18-ന് തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിനും നേരെ നടന്ന ആക്രമണങ്ങളിൽ RPF പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തുകയായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലെ ഒരു യാത്രക്കാരന് കല്ലേറിൽ നിസ്സാര പരിക്കേറ്റിരുന്നു. മായന്നൂർ പാലത്തിന് സമീപം സ്ഥാപിച്ച സുരക്ഷാ ക്യാമറകളാണ് പ്രതികളെ കണ്ടെത്താൻ സഹായിച്ചത്. മദ്യപാനം പതിവാക്കിയ ശേഷമാണ് ഇവർ ട്രെയിനുകൾക്ക് നേരെ കല്ലെറിഞ്ഞിരുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഈ സ്ഥലത്ത് നിരവധി കല്ലേറ് സംഭവങ്ങളും പാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ വെച്ച് അട്ടിമറി ശ്രമവും നടന്നിരുന്നു. RPF പാലക്കാട് ഇൻസ്പെക്ടർ ക്ലാരി വത്സയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് CCV.